ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അത് ഈ ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് ശേഷം നമ്മളൊക്കെ കണ്ടതാണ്. വർഷങ്ങൾ പഴക്കമുള്ള അമ്പലങ്ങൾ തകർക്കുന്നു. ഹിന്ദുക്കൾ അവസാനം തെരുവിലിറങ്ങി സമാധാനത്തിന് വേണ്ടിയും സുരക്ഷിതത്വത്തിന് വേണ്ടിയും തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് 5 ലക്ഷം രൂപ കൊടുത്താലേ അത് നടത്താൻ സമ്മതിക്കൂ എന്നുള്ള നിലപാടുകളൊക്കെ ബംഗ്ലാദേശ് സർക്കാർ എടുക്കുന്നു. ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷമുള്ള ഒരു ബംഗ്ലാദേശ് അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു പോക്ക് അതെങ്ങോട്ടാണ്? ബംഗ്ലാദേശ് രൂപപ്പെടുത്തിയെടുത്തത് ഇന്ത്യയാണ്. ഇന്ദിരാഗാന്ധി അതിനു വേണ്ടിയിട്ട് വലിയ തരത്തിൽ പണം നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ അന്ന് യുദ്ധമുണ്ടായ സമയത്ത് വലിയ തോതിൽ സഹായിച്ചതാണ്. അങ്ങനെ സഹായിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ദിരാഗാന്ധി അന്ന് ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്, ഗരീബി ഘടകം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ദാരിദ്ര്യം ഉച്ചാടനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവഴിച്ചതിൻ്റെ ഫലമായിട്ടും പിന്നെ ഇന്നത്തെ വിളകളെല്ലാം തന്നെ ചതിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് സാമ്പത്തികമായ വലിയ കെടുതിയിലേക്ക് ഇന്ത്യ എത്തുകയും ഇന്ദിരാഗാന്ധിക്ക് ഈ മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോവുകയും അവസാനം ജനങ്ങൾ മുഴുവൻ ഇന്ദിരാഗാന്ധിക്ക് എതിരാകുകയും അങ്ങനെ അടിയന്തരാവസ്ഥയിലേക്ക് ഇന്ദിരാഗാന്ധി എത്തിച്ചേർന്നതൊക്കെ ഒരു ചരിത്രമാണ്. പക്ഷേ ഈ ഇന്ദിരാഗാന്ധിയെ നമ്മൾ ബഹുമാനിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് അന്ന് ബംഗ്ലാദേശ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ കരുത്ത് കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ. അങ്ങനെ ഇന്ത്യ സൃഷ്ടിക്കുകയും ഇന്ത്യ സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടെ ഹിന്ദുക്കൾ സുരക്ഷിതരായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ കാലം വരെ ആ സുരക്ഷിതത്വം നിലനിന്നിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അവിടുത്തെ തീവ്രവാദികൾ ഒക്കെ വലിയ തരത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിലും സമൂഹത്തിലുമൊക്കെ ഇറങ്ങിച്ചേർന്ന് അവർ കലാപം നടത്തി. ആ കലാപത്തിലൂടെ ഷെയ്ഖ് ഹസീനയെ ഓടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ തീവ്രവാദികളുടെ അക്രമം തിരിഞ്ഞത് ഹിന്ദുക്കൾക്ക് നേരെയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതും പറഞ്ഞ് നമുക്കവിടെ നിന്ന് പലായനം ചെയ്യാനായിട്ട് സാധ്യമല്ല ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്. അതുകൊണ്ട് അവർ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അതിനെല്ലാ സഹായവും ഇന്ത്യയുടെ സർക്കാർ അവർക്ക് നൽകും. കാരണം അതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ഒരു ലെഗസി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ അത് തുടരും. മാത്രമല്ല RSS ഒക്കെ അതിനകത്ത് പ്രത്യേകം താല്പര്യം എടുത്തിട്ട് ഈ ഹിന്ദുക്കൾ പലായനം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നത് അങ്ങനെ അവരുടെ സംസ്കാരത്തെ മുഴുവനായിട്ട് തകർത്തെറിയാനായിട്ട് ശ്രമിക്കുന്നതിന് ആ ഫാസിസ്റ്റ് രീതിയെ അതിശക്തമായിട്ട് എതിർക്കുന്ന ഒരു മനസ്ഥിതി അവിടെ ജനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് വളരെ നല്ല കോൺഫിഡൻസ് അവർക്ക് നൽകുന്നുണ്ട്. ശരി, ആ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരുവിലെല്ലാവരും സംഘടിക്കുകയും അതേപോലെ തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുകയും ചെയ്യുന്നതെന്നാണ് വാർത്തകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 90% ഇസ്ലാം മതവിശ്വാസികളാണ് ബംഗ്ലാദേശിലുള്ളത്. ബാക്കി വരുന്ന അതായത് 9% അത്രയാണ് ബാക്കിയല്ല. ഹിന്ദു, ക്രിസ്ത്യാനിറ്റി, ബുദ്ധിസ്റ്റുകൾ, സിഖുകാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് വരുന്നത് ഒരു 9%, 10-10നുള്ളിലാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ രൂപീകരിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നൊരു റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി അവർ രൂപീകരിക്കുകയാണ് എങ്കിൽ ബംഗ്ലാദേശിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമാണ്? അല്ല, ഏത് പ്രദേശത്തും സാധാരണ രീതിയിൽ പീഡനത്തിന് വിധേയമാകുന്ന ആളുകൾക്കുള്ള മാർഗം എന്താണ്? അവർക്ക് ജനകീയമായിട്ടുള്ള മുന്നേറ്റം നടത്തുക എന്നുള്ളതാണ്. മറ്റൊരു മാർഗ്ഗമില്ല. ഇത് മതപരമായിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഹിറ്റ്ലറുടെ കാര്യം നമ്മൾ ചരിത്രമായിട്ട് പഠിക്കുന്നൊരു കാര്യം. അവിടെ ഈ നാസി പാർട്ടിക്കെതിരായിട്ടുള്ള മുഴുവൻ ആളുകളെയും കശാപ്പ് ചെയ്യുക, അതിലേക്ക് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെയും കശാപ്പ് ചെയ്തതാണ്. അങ്ങനെ കശാപ്പ് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഈ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? അതിന് പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണോ പീഡിപ്പിക്കപ്പെടുന്നത് അവിടെ പീഡനത്തിന് വിധേയമായ ആളുകൾ അവർ സംഘം ചേർന്ന് അതിനെതിരെ പോരാടും. വേറെ മാർഗമില്ല അവർക്ക്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം അങ്ങനെ ഉള്ള ഒരു സ്ഥിതിയിലേക്കാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതേപോലെ തന്നെ ബുദ്ധിസ്റ്റുകളുണ്ട്, സിഖുകാരുണ്ട്. അപ്പോൾ ഇവർ വളരെ ശക്തമായിട്ട് കഴിഞ്ഞ ദിവസം തെരുവിലിറങ്ങിയെന്നാണ് നമ്മൾ ഈ വാർത്തയിൽ മനസ്സിലാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഇന്ത്യ കൊടുക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ പോരാടുക, നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളെ ഉണ്ടാവും. അത് മറ്റേത് പ്രദേശത്തേക്കാൾ കൂടുതലായിട്ട് ഇന്ത്യക്ക് ബംഗ്ലാദേശിൽ ചെയ്യാൻ കഴിയും. കാരണം ഈ ബംഗ്ലാദേശിൻ്റെ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു ലെഗസി ഉള്ളത്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഇതുവരെ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇസ്ലാം ഫണ്ടമെൻ്റലിസ്റ്റുകൾ അതിൻ്റെ അധികാരത്തിൽ കൈകടത്തുകയും അധികാരത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഉപദ്രവം നീണ്ടുവരുന്നത്. അപ്പോൾ അതിനെതിരെ സംഘടിച്ചേ പറ്റൂ എന്നാണ് സംഭവം. ഇപ്പോൾ ഇന്ത്യ അമേരിക്ക തമ്മിൽ നല്ലൊരു ബന്ധമാണ്.
ഉള്ളത്. വളരെ ഊഷ്മളമായ ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുഹമ്മദ് യൂനസ് തന്നെ ഒരു വേദിയിൽ, ബംഗ്ലാദേശിൻ്റെ ഒരു വേദിയിൽ പറയുകയുണ്ടായി, 2 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഈ ഷെയ്ഖ് ഹസീനെ പുറത്താക്കാനുള്ള ആസൂത്രിതമായ പദ്ധതികൾ തയ്യാറാക്കി. എന്നിട്ട് അവരെ സ്റ്റേജിൽ വിളിച്ചുകൊണ്ട് ബിൽ ക്ലിൻ്റൺ ഇരിക്കുന്ന വേദിയിലാണ് യൂനസ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അപ്പോൾ നേരത്തെ തന്നെ അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിൽ, അതായത് അമേരിക്കയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തെ തകർക്കാൻ കൂടി ബംഗ്ലാദേശ് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തിയാണ് യൂനസിനെ മുൻനിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുന്നതും അല്ലെങ്കിൽ ഭരിക്കുന്നതും ചരട് വലിക്കുന്നതും എല്ലാം ജമാഅത്തെയാണ്. അപ്പോൾ അത്തരത്തിലൊരു തന്ത്രം ബംഗ്ലാദേശിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ അവർ നടത്തുന്നുണ്ടോ? അല്ല, അവർ നടത്താൻ ശ്രമിക്കും, പക്ഷേ അതിൽ വിജയിക്കണമെന്നില്ല. കാരണം ഈ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉള്ള മത സംവിധാനത്തിന് കീഴടങ്ങാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് അമേരിക്കയുടെ മാത്രമല്ല, എല്ലാവരുടെയും അവരവരുടെ താല്പര്യങ്ങളുണ്ടാകും. അപ്പം അമേരിക്കൻ താല്പര്യങ്ങൾ ഏതാണോ അതിനനുസരിച്ചായിരിക്കും അമേരിക്കൻ നീങ്ങുക. പക്ഷേ ഇവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ശ്രമം നടത്തിയതിൻ്റെ പേരിൽ അത് വിജയിക്കും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബന്ധങ്ങളുണ്ടാക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം എന്ന് പറയുന്നത് നമ്മളുടെ ജനസമൂഹത്തിൻ്റെ സംവിധാനത്തിൽ ഊന്നി നിൽക്കുന്നതാണ്. കാരണം അവരുടെ കോർപ്പറേറ്റ് പ്രൊഡക്ട്സ് അത് വിറ്റഴിക്കാനായിട്ട് അവർക്ക് ഉപഭോക്താക്കൾ ആവശ്യമാണ്, കൺസ്യൂമേഴ്സ്. നമ്മളാണ് അവരുടെ പ്രധാനപ്പെട്ട കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്, നമ്മളല്ലെങ്കിൽ ചൈന. അതല്ലാണ്ട് ലോകത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങി തീർക്കാനായിട്ട് ആളില്ല, നമ്മളെ ഈ പൊട്ടൻഷ്യൽ ബയേഴ്സാണ്. അതുകൊണ്ടാണ് നമുക്ക് അമേരിക്കയിൽ നല്ല സ്വാധീനം പല കാര്യത്തിലും ചെലുത്താനായിട്ട് കഴിയുന്നത്. കാരണം നമ്മൾ വളരെ ശക്തമായിട്ടുള്ളൊരു ഉപരോധ നിലപാട് അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് എടുത്തു കഴിഞ്ഞാൽ അമേരിക്ക പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. 1. 2, അമേരിക്കയുടെ ബൗദ്ധികമായിട്ടുള്ള തലം, അതിൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. മറ്റേത് ലോകത്തേക്കാൾ കൂടുതലായിട്ട് ഇന്ത്യക്കാരുടെ. നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു സയൻറ്റിഫിക് റിസർച്ച് സെൻറ്റർ എടുത്താൽ അതിൽ എനിക്ക് തോന്നുന്നത് മലയാളികളടക്കം വളരെ കൂടുതൽ ഇന്ത്യക്കാരുണ്ടാകും. അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരിക്കലും ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു നിലപാട് എന്ന് പറയുന്നത് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയായിട്ട് പാട്ടല്ല. പക്ഷേ വേണമെങ്കിൽ ബംഗ്ലാദേശികളെ അവർക്ക് അത്യാവശ്യത്തിന് സഹായമൊക്കെ ചെയ്തേക്കാം. പക്ഷേ ഇന്ത്യക്കെതിരായിട്ട് ഒന്നും എടുക്കാൻ അതുകൊണ്ട് നടക്കില്ല. മുഹമ്മദ് യൂനസ് വിചാരിച്ചാൽ അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അയാളൊരു പാവയാണ് ശരിക്കും പറഞ്ഞ്, ഒരു പപ്പറ്റ്. അപ്പോൾ പപ്പറ്റ് അമേരിക്ക ആ പപ്പറ്റിനെ നിയന്ത്രിക്കും എന്നല്ലാണ്ട് പപ്പറ്റ് കയറി അമേരിക്കയെ നിയന്ത്രിക്കും എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ഇത്രത്തോളം ആക്രമിക്കപ്പെടുമ്പോൾ ഇന്ത്യ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്? അല്ല, ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ സഹായിക്കുന്ന നിലപാട് എടുക്കുള്ളൂ. മറ്റൊരു നിലപാട് ഇന്ത്യക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് അവർ ഇന്ത്യൻ വംശജരാണ്. മാത്രമല്ല ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നതായിട്ടുള്ള രാഷ്ട്ര നിർമ്മിതിയുടെ വലിയൊരു പങ്കെന്ന് പറഞ്ഞാൽ നമ്മളുടേതാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇടപെടും, ഒരു തർക്കം കാര്യത്തിലില്ല. ഈ ഷെയ്ഖ് ഹസീനയോടുള്ള ഒരു സ്നേഹമൊന്നും ഷെയ്ഖ് ഹസീനയോട് മാത്രമല്ല ഇന്ത്യക്ക് ഒരു സ്നേഹം കൂടുതലുള്ളൂ. ഷെയ്ഖ് ഹസീന അല്ല, ശരിക്കും ഷെയ്ഖ് ഹസീനയുടെ ഒരു പാർട്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വംശജരായിട്ടുള്ള ഒരുപാട് ആളവിടെ ഉണ്ട്, അവരുടെ ജീവൻ സുരക്ഷിതമായിരിക്കണം എന്ന നിലപാട് നമ്മൾ എടുക്കും. അങ്ങനെ എടുക്കുന്നൊരു സർക്കാരാണ് നിലവിലുള്ളത്. മുൻപത്തെ സർക്കാരും അങ്ങനത്തെ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു നിലപാടേ ഉള്ളൂ ശരിക്കും പറഞ്ഞു ഇക്കാര്യത്തിൽ. ബംഗ്ലാദേശിൽ അപ്പോൾ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു രീതി തന്നെയായിരിക്കും, ആ നിലപാടായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. അതല്ലേ, ഇപ്പോൾ നയതന്ത്ര തലത്തിലൊരു പുനഃസംഘടനത്തിനൊക്കെ ബംഗ്ലാദേശ് ഒരുങ്ങുകയാണ്. അതിന് ഇന്ത്യയിലെ പ്രതിനിധിയും തിരികെ വിളിച്ചിട്ടുണ്ട്. കാൻബറ, ബ്രസൽസ്, ലിസ്ബൺ ഐക്യരാഷ്ട്രസഭയിലെ എല്ലാം പ്രതിനിധികളെ അവർ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു നയതന്ത്രതല പുനഃസംഘടന നടന്നു കഴിയുമ്പോൾ ഈ രീതിക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, ആ മാറ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ പിണക്കിയിട്ട് ഒരു കാര്യത്തിൽ എന്തെങ്കിലും നിലപാടെടുക്കുന്ന ഞാൻ കരുതുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ഈ ലോക സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണ്. അതിപ്പോൾ പുതിയ ഒരു മാർക്കറ്റിംഗ് ക്യാപിറ്റൽസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വലിയ സ്വാധീനം അതിനകത്ത് ചെലുത്താനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടായിരുന്നു നേരത്തെ, എവറിഡേ ബാറ്ററി, ആ സംഭവം. നമ്മൾ അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. ആ കമ്പനിയെ പൂട്ടിപ്പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഉള്ള സാധ്യത നമ്മുടെ കിടക്കുന്നുണ്ട്. അത്ര പൊട്ടൻഷ്യലാണ് നമ്മുടെ അത്തരത്തിലുള്ള ഇടപെടലിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതൊരു നയതന്ത്ര പരിപാടികളാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലാണ് സാധാരണ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കോർപ്പറേറ്റ് ശക്തികളോ അതേപോലെ തന്നെ അമേരിക്കയോ ഇന്ത്യയെ വെറുപ്പിക്കാനോ അതേപോലെ തന്നെ ഇന്ത്യയെ ശത്രുപക്ഷത്താക്കാനോ ശ്രമിക്കുകയില്ല. അവർക്കൊക്കെ ഇന്ത്യ ആവശ്യമാണ്, നമുക്കും അതറിയാം. അതുകൊണ്ട് നമ്മളും അവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഇതേപോലെ തന്നെ പറ്റുന്ന രീതിയിൽ അനുകൂലമായിട്ടുള്ള രീതിയിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും സ്ഥിതി അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഇടപെടുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പരിക്കില്ലാതെ എങ്ങനെ പോകാനായിട്ട് പറ്റും. അതല്ലാണ്ട് ബംഗ്ലാദേശിനെ സഹായിച്ച് ഇന്ത്യയുടെ ശത്രുത വാങ്ങാൻ ആര് തയ്യാറാവില്ല? അമേരിക്ക തയ്യാറാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൻ്റെ വരും നടപടികളെല്ലാം ഇന്ത്യയെ പിണക്കാത്ത തരത്തിലായിരിക്കുമെന്ന് തന്നെ ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ അവിടെ യുനെസിന് എന്ത് ചെയ്യാൻ കഴിയും? യുനെസിന് ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ താല്പര്യവും മത താല്പര്യവും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഈ മുഹമ്മദ് യൂനസിനെ ഒരു പാവയാക്കി അവർ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അത് അവരുടെ ആവശ്യമാണ്. പക്ഷേ ആ ആവശ്യത്തിന് കീഴടങ്ങലല്ല ലോകത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ വ്യവഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുക. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ വാക്കുകൾക്ക് തന്നെയായിരിക്കും കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുക. പക്ഷേ നമ്മൾ ഈ പറയുന്ന 10% വരുന്ന മുസ്ലിം ഇതരരായിട്ടുള്ള ആളുകൾ താമസിക്കേണ്ടത് എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു സുരക്ഷിതമില്ലായ്മ അല്ലെങ്കിൽ അസ്വസ്ഥത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ആ പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് അവർ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ ഇടപെടാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ആ രാഷ്ട്രീയ പാർട്ടി ഇവരെല്ലാം ഒരുമിച്ച് ചേർത്തിരുന്ന ഒരു വലിയ ശക്തിയായി മാറിത്തീരാനും സാധ്യതയുണ്ട്. അപ്പോൾ ചുരുങ്ങിയത് ഇത്രയേ ഉള്ളൂ, അവർക്ക് അവരുടെ പ്രതിരോധം തീർക്കുക. അങ്ങോട്ട് ആക്രമിക്കുന്നില്ല, പക്ഷേ ഇങ്ങോട്ട് ആക്രമം വരാതിരിക്കാൻ വേണ്ടി തടുക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു പ്രതിരോധം. ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന നിലക്കാനും മാറ്റുകയാണ്. ഇന്ത്യയുമായി ശത്രുത വയ്ക്കാൻ ബംഗ്ലാദേശ് താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴും ബംഗ്ലാദേശിൽ ദുർഗാപൂജയ്ക്ക് ആ പണം ഇത്ര 5 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ അത് നടത്താൻ അനുവദിക്കൂ എന്ന് സർക്കാർ തീരുമാനമെടുക്കുന്നു. പല അമ്പലങ്ങളിലും അത്തരത്തിലുള്ള നോട്ടീസുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് പ്രതിസന്ധിയുള്ള ഘട്ടമല്ലേ? കാരണം അവിടുത്തെ പൂജകൾ പോലും മത ആചാരങ്ങൾ പോലും ഹിന്ദുക്കളുടെ അതിൽ ഈ ഇടപെടലുകൾ നടത്തുന്നു. അതെ, പൂജ വേണ്ടെന്ന് പറയുന്നില്ലല്ലോ, കാശ് വേണമെന്നല്ലോ പറഞ്ഞു. അവിടെ അങ്ങനെ തീരുമാനം എടുക്കുമ്പോഴും ഹിൽസ മത്സ്യം ഇന്ത്യക്ക് തരാൻ അവർ തയ്യാറായി. ആദ്യം തരില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും 3000 ടണ്ണ് ഇന്ത്യയിലേക്ക് തരാൻ തയ്യാറായി എന്നുള്ളത് അല്ല, അത് ഇതൊരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. പൂജ വിറ്റ് കാശുണ്ടാക്കാനായിട്ട് പറ്റുമോ എന്ന് ആ സർക്കാർ നോക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല എന്ന് ശക്തമായിട്ട് ന്യൂനപക്ഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിൻവലിക്കപ്പെടും. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഇപ്പോൾ എരുമേലിയിലാണ് എനിക്ക് തോന്നുന്നത് കുറി തോടാനായിട്ട് ഇവന്മാരെല്ലാം കാശിന് വേണ്ടി ഇങ്ങനെ ആർത്തിയായിട്ടിരിക്കുകയാണ്. എന്തിനു വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുമെന്നാണ് ഈ പുതിയ കാലത്ത് ഈ ആളുകളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ മതങ്ങളും അല്ല, അതിനകത്ത് 2 കാര്യങ്ങളും കൂടി ചേരുന്നുണ്ട്. അവരുടെ ഒരു ബിസിനസ്, രണ്ടാമത് എന്താണ് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നീക്കം, രണ്ടും നടക്കുന്നുണ്ട്. അവർക്ക് പണം കിട്ടണം, അതോടൊപ്പം തന്നെ കഴിയുന്നിടത്തോളം ഹിന്ദുക്കളെ ഉപദ്രവിക്കുകയും ചെയ്യാം. ഈ മനസ്ഥിതിയുള്ള ആരോ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ആ കാര്യങ്ങളിൽ ഇടപെടുക. ഇവിടെയും അതൊക്കെ വേണ്ടത് തന്നെയാണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ഇതൊക്കെ ഇങ്ങനെ വിശ്വാസമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ രീതിയിൽ വിടുക, അതിൻ്റെ ഒരു ബിസിനസ് ആയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ ചെന്നാൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ എറുശലേമിലെ ആയിക്കഴിഞ്ഞാൽ പോലും ഇതൊക്കെ തന്നെയാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് നടക്കുന്നത്. നമ്മുടെയും ക്ഷേത്രങ്ങളിൽ പല സ്ഥലത്തും അങ്ങനെയൊക്കെ നടക്കുന്നത്. അത് ആ രീതിയിൽ അതിനെ വ്യവസായികൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. അതും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. രണ്ടും കൂടി കൂടിച്ചേർന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നവരാണ് സാധാരണക്കാരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മേൽ ബംഗ്ലാദേശ് ഉയരട്ടെ എന്ന് നമുക്ക് അല്ല, അവരുടെ താല്പര്യം കൊണ്ട് മാത്രം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് നിലനിൽക്കാൻ പറ്റില്ല. അവരുടെ താല്പര്യം അവർക്ക് പുലർത്താം, പക്ഷേ അതിന് മുകളിൽ താല്പര്യമുണ്ടാകുകയും വിശാലമായൊരു മാനവീയതയിലേക്ക് രാഷ്ട്രത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൊണ്ടുപോയാൽ മാത്രമാണ് അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ 10% വരുന്ന ന്യൂനപക്ഷത്തെ മുഴുവനും ഒന്നില്ലെങ്കിൽ തല്ലി ഓടിച്ച് അല്ലെങ്കിൽ കശാപ്പ് ചെയ്ത് രാഷ്ട്രം നിലനിർത്താം എന്നത് വെറും ദിവാസ്വപ്നം മാത്രമാണ്. അതിനപ്പുറത്തൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.